ഒരു നാഗരികത തന്നെ ഇല്ലാതാക്കും എന്ന തന്റെ പ്രസ്താവനയാണ് ഇറാനെ സമാധാന ചർച്ചയ്ക്ക് എത്തിച്ചതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലോക നേതാക്കൾ വിമർശിച്ച തന്റെ വിവാദ പ്രസ്താവനയെ ന്യായീകരിച്ച് ട്രംപ് രംഗത്തെത്തിയത്. എന്നും അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യം മുഴക്കുന്നവരാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ഇത്ര വലിയ കാര്യമാക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ കടുത്ത നിലപാടാണ് അവരെ ചർച്ചയ്ക്ക് വരാൻ പ്രേരിപ്പിച്ചതെന്ന് ആവർത്തിച്ചു പറഞ്ഞാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഏപ്രിൽ 7-ന് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒരു നാഗരികത ഇന്നു രാത്രി മരിക്കും, അത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഈ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇസ്ലാമാബാദിൽ JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇറാനുമായി നടത്തിയ 21 മണിക്കൂർ നീണ്ട സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാകാത്തതാണ് ചർച്ചകൾ തകരാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചർച്ചകളിൽ 100% വിട്ടുവീഴ്ച വേണമെന്നും 90%-മോ 95%-മോ പോരെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ചർച്ചയിലേക്ക് തിരികെ വരുമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നൽകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനു നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് മേഖലയിൽ യുദ്ധം ഉടലെടുത്തത്. ഇത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം പുനഃസ്ഥാപിക്കാനുള്ള കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ കടുത്ത നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടയുമെന്നും ഒരു കപ്പലിനെയും ഹോർമൂസ് കടലിടുക്ക് കടത്തിവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. US നാവികസേന ഉടൻ നാവിക ഉപരോധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുമെന്നും ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള ചർച്ചയിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും ധാരണയായില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറായില്ല. ഇതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായ എല്ലാ കപ്പലുകളെയും US നാവികസേന തടയുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തുന്നുവെന്നും ഇത് ലോകത്തെ തന്നെ ബന്ദിയാക്കുന്ന പിടിച്ചുപറിയാണെന്നും ട്രംപ് ആരോപിച്ചു. ഇറാന് നികുതിയോ ടോളോ നൽകി അന്താരാഷ്ട്ര പാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയും തടയാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം കപ്പലുകൾക്ക് സമുദ്രപാതയിൽ സുരക്ഷ നൽകില്ല. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നശിപ്പിക്കാൻ US സേന നടപടി തുടങ്ങും. സമാധാനപരമായി നീങ്ങുന്ന കപ്പലുകൾക്കോ US സേനയ്ക്കോ നേരെ ഇറാൻ വെടിയുതിർത്താൽ കടുത്ത തിരിച്ചടി നൽകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. നിലവിലെ സംഘർഷങ്ങളിലൂടെ ഇറാന്റെ നാവിക വ്യോമസേനകളും റഡാർ സംവിധാനങ്ങളും തകർക്കപ്പെട്ടുവെന്നും ഭരണ നേതൃത്വം ദുർബലമായെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈന്യം ഏതു നിമിഷവും ആക്രമണത്തിന് സജ്ജമാണെന്നും ഇറാനിൽ അവശേഷിക്കുന്നത് കൂടി നശിപ്പിക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവായുധ മോഹം ഉപേക്ഷിക്കാതെ ഇറാനെ ഇനി ലാഭം കൊയ്യാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക. ഈ നാവിക ഉപരോധം ആഗോള എണ്ണ വിപണിയെയും ചരക്ക് നീക്കത്തെയും വലിയ തോതിൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം ഉടൻ ആരംഭിക്കുമെന്ന് അമേരിക്കൻ സേനാ വിഭാഗമായ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ തുറമുഖത്ത് പ്രവേശിക്കുന്നതോ പുറപ്പെടുന്നതോ ആയ എല്ലാ ചരക്ക് കപ്പലുകൾക്കും നിയന്ത്രണം ബാധകമായിരിക്കും. ആർക്കും ഇളവ് ഉണ്ടാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. വടക്ക് തെക്ക് ഭാഗങ്ങളിലായി 11 തുറമുഖങ്ങളാണ് ഇറാനിലുള്ളത്. ഇതിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖവും കൂടാതെ ഇറാന്റെ 80% എണ്ണ കയറ്റുമതിയും നടക്കുന്ന ഖാർക്യൂബിലെ പോർട്ടും ഉൾപ്പെടും. ഇറാനിലേക്കും പുറത്തേക്കുമുള്ള ചരക്ക് ഗതാഗതം തടഞ്ഞ് സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന ഇറാൻ ഇതര രാജ്യങ്ങളുടെ കപ്പലുകളെ അമേരിക്ക തടയില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.